അവൻ്റെ ആരോഗ്യം മൊത്തം ഈ ചക്ക വലിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്ലാവിൻ തൈ അധികം വളരാഞ്ഞത്. സാധാരണ നമ്മൾ നമസ്കാരം, ടു ഫാർമർ ഫോക്കസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ തൈകളൊക്കെ നടുന്ന ഒരു സമയമാണ്. നമുക്ക് നല്ല രീതിയിൽ മഴയൊക്കെ ലഭിച്ച് നമ്മൾ മാവിൻ്റെ തൈയും അതേപോലെ പ്ലാവിൻ്റെ തൈയും നമ്മളിപ്പോൾ പ്ലാന്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ ഈ ചെടികളൊക്കെ നടുന്ന സമയത്ത് നമ്മൾ നഴ്സറിയിലൊക്കെ പോയി വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതെപ്പോഴാണ് കായ്ക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. അപ്പോൾ അവർ പറയുമായിരിക്കും 1 വർഷം കൊണ്ട് കായ്ക്കും, അല്ലെന്നുണ്ടെങ്കിൽ 2 വർഷം കൊണ്ടോ 2.5 വർഷം കൊണ്ടോ ഒക്കെ കായ്ക്കും എന്ന് പറഞ്ഞ് നമുക്ക് തൈകളൊക്കെ തരും. അപ്പോൾ ഞങ്ങൾ നട്ട് വളർത്തിയ ഒരു പ്ലാവിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അത് കായ്ച്ച് നിൽക്കുന്നത് ആദ്യമേ ഞാനൊന്ന് കാണിച്ചു തരാമേ. അപ്പോൾ അതിനു മുമ്പിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പ്ലാവല്ല, ഇതൊരു പ്ലാവിൻ തൈയാണ്. ഏകദേശം 8 മാസം പ്രായമായ ഒരു പ്ലാവിൻ തൈയാണ് ഇത്. ഇതിനകത്ത് പിടിച്ചു കിടക്കുന്ന ചക്ക കണ്ടോ? അപ്പം ഈ ഒരു പ്ലാവിൻ തൈക്ക് 8 മാസം ആകുമ്പം ഇത്രയും വലിയൊരു ചക്ക ആവണമെന്നുണ്ടെങ്കിൽ ഒരു 5 മാസം 6 മാസം ആ സമയത്തായപ്പോഴത്തേക്ക് തന്നെ ഇതിനകത്ത് കായ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല വലിപ്പമുള്ളൊരു ചക്ക തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചക്കയൊന്ന് ഇന്ന് കൊണ്ടുപോയി കട്ട് ചെയ്ത് നോക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നോക്കിക്കോ, നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കാണുന്നുണ്ടോ ഈ പ്ലാവും? ഇത് കണ്ടല്ലോ, വളരെ കട്ടി കുറഞ്ഞൊരു പ്ലാവാണേ. ഈ പ്ലാവിൻ്റെ ആരോഗ്യം മൊത്തം ഈ ചക്ക വലിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്ലാവിൻ തൈ അധികം വളരാഞ്ഞത്. സാധാരണ നമ്മൾ ഈ ഒരു പ്രായത്തിൽ ആദ്യത്തെ ഒരു 1-2 വർഷമൊന്നും പ്ലാവിൽ നമ്മൾ ചക്ക അനുവദിക്കരുത്. അനുവദിച്ചു കഴിഞ്ഞാൽ പ്ലാവിനെ അത് ബാധിക്കും. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ നേരത്തെ ചക്ക. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ തറയിൽ കിടന്ന് കുറച്ച് പോയാൻ തോന്നുന്നു, എന്നാലും നമുക്ക് കട്ട് ചെയ്ത് നോക്കാമേ. ഇത് കണ്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മധുരമൊക്കെ നമുക്കൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അതിനകത്തെ ചക്കച്ചോളം നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഈ പൊളി എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇത്രയും മഴ പെയ്തിട്ടും ഗംഭീര ടേസ്റ്റ് തന്നെ. ഞാൻ മാത്രം മധുരമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിക്കണമെന്നില്ല. മണിയാണ് അതൊന്ന് കഴിച്ചു നോക്ക്, എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞേ എങ്ങനെയുണ്ടോ നോക്ക്. നല്ല മധുരമുണ്ട്. സൂപ്പർ, നല്ല മധുരമുണ്ട്. നമ്മൾ വേറെ കുറച്ച് ചക്കകൾ പറിച്ച് നോക്കിയായിരുന്നു. നമ്മുടെ നാടൻ പ്ലാവിൻ്റെ, നമ്മുടെ വീട്ടിൽ നിന്ന് നാടൻ പ്ലാവ് ഉണ്ടല്ലോ, അതിൻ്റെ മുറിച്ച് നോക്കിയിട്ട് അത്രയും ടേസ്റ്റ് ഇല്ലായിരുന്നു വെള്ളം ഇറങ്ങി കഴിഞ്ഞപ്പോൾ. പക്ഷേ ഇതിപ്പോഴും അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്രയും മഴ പെയ്ത് കഴിഞ്ഞിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഈ പ്ലാവ് ഇനം ഏതാണെന്ന് ഞാനത് പറഞ്ഞുതരാം. ഇത് തായ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു പ്ലാവിനമാണിത്. അപ്പോൾ അതിനകത്താണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ചക്ക പിടിച്ചതും നമ്മൾ അതിനകത്തുനിന്ന് ചക്ക പറിച്ച് കഴിക്കുന്നതും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
വീണ്ടും ഇതേപോലെയുള്ള നല്ല വീഡിയോസുമായി നമുക്ക് കാണാം. താങ്ക് യു.